കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും ഇന്ന് ആഘോഷ രാവ്. ലോകത്തുള്ള എല്ലാ മലയാളി ബിഗ് ബോസ് ആരാധകർക്കും ഇന്ന് അവർ കാത്തിരുന്ന നാടകത്തിന്റെ തിരശീല ഉയർന്നതിന്റെ സന്തോഷം. ആ നാടകത്തിൽ നിന്ന് കീറിയെടുത്ത കുറച്ച് കഥാ സന്ദർഭങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ ഒരു കഥാപ്രസംഗം അങ്ങോട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാവരെയും ഈ ഒരു കഥാപ്രസംഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ കഥാപ്രസംഗത്തിന്റെ പേര് രാജകുമാരിയുടെ വെളുപ്പീരുകൾ അഥവാ വെളുപ്പീരുകളുടെ രാജകുമാരി. ചാസുമോളെ ചാസുമോളെ കേരളത്തിന്റെ ചാസുമോളെ ഓടിവാടാ ചാടിവാടാ എന്റെ സ്വന്തം കൂട്ടരെ. ഓടിവാടാ സബടിച്ചിട്ട് ലൈക്ക് അടിച്ചിട്ട് കേറിവാടാ. ചാസുമോളുടെ കഥകളെല്ലാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. സൂപ്പർ കഥ ബമ്പർ കഥ സൂപ്പർ അങ്ങട്ട് ബമ്പർ. ആ സൂപ്പർ കഥ ഓടിവാടാ സബടിച്ചിട്ട് ഓടിവാടാ. അപ്പോൾ കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം ഇവിടെ കൊണ്ട് പറയാം. ഈ കഥയിലെ കഥാപാത്രങ്ങൾക്ക് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയിട്ടുള്ള ആളുകളുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. ഇന്നലെ കൊച്ചിയിൽ ഒരു നാടകം അരങ്ങേറി. ആ നാടകത്തിൽ നിന്നാണ് ഞാൻ കുറച്ച് കൊച്ചിയിലല്ല, അതിനു മുമ്പ് നാടകം അരങ്ങേറിയായിരുന്നേ. പക്ഷെ ആ നാടകം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ല. അത് നമ്മുടെ ചെന്നൈ എന്ന് പറയുന്ന പട്ടണത്തിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു വീട്ടിൽ നടന്നൊരു നാടകമാണ്. ആ നാടകത്തെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ല. എന്നാൽ കൊച്ചിയിൽ വെച്ച് നടന്ന നാടകം, ആ നാടകത്തിന്റെ കുറച്ച് കഥാസന്ദർഭങ്ങളാണ് ഞാനിവിടെ കീറിയെടുത്ത് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് അങ്ങോട്ട് പോയാലോ? എന്താ, നിങ്ങൾക്ക് ആർക്കും വിഷമമൊന്നും ഇല്ലല്ലോ അല്ലേ? അപ്പൊ വിഷമിക്കുന്നവരാരും അങ്ങോട്ട് മാറിയിരിക്കുക, വിഷമമുള്ളവരാരും ഇത് കാണാൻ വരണ്ട. കാരണം ഇത് ഇച്ചിരി വിഷമം വരുത്തുന്ന ഒരു നാടകമാണ്. ഈ നാടകം കഴിയുമ്പോൾ നാടകമല്ല, കഥാപ്രസംഗം കേട്ടോ. അപ്പൊ ഈ കഥാപ്രസംഗം കഴിയുമ്പോൾ നിങ്ങൾ എല്ലാവരും കരയും. കണ്ണിനുള്ളിൽ നീ കൺമണി. ചസുമോൾ കഥ കാണാൻ നമുക്ക് കണ്ടോ. ഇതുവരെ ഇന്റർവ്യൂ കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? എല്ലാവരും പറയുന്നു ചില ചോദ്യങ്ങൾ അവരൊക്കെ ചോദിക്കും, ആ ചോദ്യങ്ങളെയൊക്കെ അഭിമുഖീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് ഇന്റർവ്യൂ കൊടുക്കാത്തത്. അതിനുള്ള ധൈര്യം ജാസ്മിന് ഇല്ല എന്നാണ് പറയുന്നത്. അങ്ങനെയൊന്നുമില്ല. ഇന്റർവ്യൂ ഞാൻ കൊടുക്കാത്തതെന്ന് പറഞ്ഞാൽ എനിക്ക് മെയിൻ ആയിട്ട് വന്ന ചാനലുകൾ, കുറച്ച് ചാനലുകളുണ്ട്. എനിക്ക് പേര് ഉൾപ്പെടെ പറയുന്നതുകൊണ്ട് ഒരു പ്രശ്നമൊന്നുമില്ല. പക്ഷെ നിങ്ങളുടെ ചാനലിലൂടെ അത് പറയുമ്പോൾ ചിലപ്പോൾ മേ ബി അത് വേറൊരു സീൻ ആവണ്ടെന്ന് കരുതിയിട്ടാണ്. ഞാൻ കണ്ട, സീരിയസ്ലി ഞാൻ ഓപ്പൺ ആയിട്ട് പറയാണ്, ഞാൻ എല്ലാ ഇന്റർവ്യൂസും കാണുന്നില്ല. പക്ഷെ ഞാൻ ക്ലിപ്പ് ബൈറ്റ്സ് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ വരാനെടുത്ത് റസ്മിനായാലും ഗബ്രി ആണെങ്കിലും ഇപ്പൊ എന്റെ വീട്ടുകാരാണെങ്കിലും എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇന്നതാണ് ഞാൻ മൂക്കിൽ എപ്പോഴും പിടിക്കുന്നത്. അപ്പൊ എന്താ അപ്പൊ ഇന്നതാണെന്നൊക്കെ പറഞ്ഞ് അവര് ഇന്ന കാര്യങ്ങളാണ് പറയുന്നതെന്നൊക്കെ പറഞ്ഞു ഞാൻ കുറച്ച് ക്ലിപ്പ് ബൈറ്റ്സ് കാണുകയും ചെയ്തിട്ടുണ്ട്. ഇവര് പറഞ്ഞും കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതിലൊക്കെ ഞാൻ കണ്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഏത് കണ്ടസ്റ്റന്റോ ആയിക്കോട്ടെ, ഫസ്റ്റ് ഇറങ്ങിയത് തൊട്ട് ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ കണ്ടസ്റ്റന്റ്സിന് വരെ അവരുടെ കാര്യങ്ങൾ ചോദിക്കുന്നതിനെ കഴിയും അവർക്ക് ഊർജം, ജാസ്മിനെ പറ്റിയിട്ടുള്ള കുറ്റങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് മോളെ ഊർജമോ? മോളെ ഊർജം ഊർജം മോൾ എന്താണ് പറയുന്നത്? കേൾക്കണം നിങ്ങൾക്ക്. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അപ്പൊ ഇന്നതാണെന്നൊക്കെ പറഞ്ഞ് അവര് ഇന്ന കാര്യങ്ങളാണ് പറയുന്നതെന്നൊക്കെ പറഞ്ഞു ഞാൻ കുറച്ച് ക്ലിപ്പ് ബൈറ്റ്സ് കാണുകയും ചെയ്തിട്ടുണ്ട്. ഇവര് പറഞ്ഞും കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതിലൊക്കെ ഞാൻ കണ്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഏത് കണ്ടസ്റ്റന്റോ ആയിക്കോട്ടെ, ഫസ്റ്റ് ഇറങ്ങിയത് തൊട്ട് ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ കണ്ടസ്റ്റന്റ്സിന് വരെ അവരുടെ കാര്യങ്ങൾ ചോദിക്കുന്നതിനെ കഴിയും അവർക്ക് ഊർജം, ജാസ്മിനെ പറ്റിയിട്ടുള്ള ഊർജവമല്ല ഊർജവം. ഞാൻ വേറെന്തോ കേട്ടേട്ടാ. ഊർജവം എന്നാണ് കുട്ടി എന്തായാലും പറഞ്ഞിരിക്കുന്നത്. മോളെ ഈ ഊർജവമല്ല ഊർജം ആണെന്ന് അറിയാൻ വേണ്ടി കോളേജിൽ പോകണ്ട, സ്കൂളിൽ പോകണ്ട, പ്ലേ സ്കൂളിൽ പോയി അക്ഷരം പഠിച്ചാൽ മതി എന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ കുറച്ച് ബുക്കൊക്കെ വായിച്ചാൽ മതി മോളെ, അതൊക്കെ മനസ്സിലാവും കേട്ടോ. ഊർജവമല്ല ഊർജം. അത് ആദ്യമേ എൻ്റെ പൊന്നുമോക്ക് മാമൻ ഒന്ന് പറഞ്ഞു തരികയാണ്. അതുപോലെ തന്നെ മെയിൻ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. വേറൊന്നുമല്ല, ഈ നാടകത്തിൽ ഈ ഒരു കുട്ടിയുടെ കൂടിരിക്കുന്ന ആ ഒരു നാടകത്തിലെ നായകനെ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. അപ്പൊ ആ നായകന്റെ പേരൊന്നും ഞാനിവിടെ പറയുന്നില്ല. എന്നാൽ ആ നാടകന്റെ തെറ്റ്
ആ കൂടെ നാടകത്തിൽ അഭിനയിച്ച ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ആ വ്യക്തി സൂപ്പർ വ്യക്തിയാണ്. ആ വ്യക്തി നമ്മുടെ ദിയ സുന ചേച്ചി ഇല്ലയോ, സുന ചേച്ചിയുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്താണെന്നാണ് ചേട്ടൻ അറിഞ്ഞത്. അപ്പൊ പിന്നെ എല്ലാം നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. നാടകമെല്ലാം നല്ല വൃത്തിക്ക് പഠിപ്പിച്ച് ഡയലോഗ്സ് എല്ലാം എഴുതി കൊടുത്ത് എനിക്കൊന്നൊരു 100 പ്രാവശ്യം എംപോസിഷൻ ഒക്കെ കൊടുത്തു കാണും. അങ്ങനെ പഠിപ്പിച്ചിട്ടാണ് രണ്ടുപേരും നാടകം അഭിനയിക്കാൻ വന്നിരിക്കുന്നത്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകാം കേട്ടോ. അതിപ്പം എല്ലാവർക്കും ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് ഈ ഒരു കണക്ഷനും കൂടെ മാമൻ പറഞ്ഞു തന്നേക്കുന്നത്. അപ്പൊ എല്ലാവരും അതൊന്ന് ഓർത്ത് വെച്ചോ. അപ്പൊ അതുകൊണ്ടുള്ള ഒരു പരിപാടികളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ നാടകത്തിൽ നിന്ന് വെൽ പ്രിപ്പയർഡ് നാടകമാണ്, ഒരു ഡയലോഗ് പോലും തെറ്റുന്നില്ല. ഇങ്ങനെ വേണം നാടകം കളിക്കാൻ. ഈ മാമനൊക്കെ ഇവിടെ നീ കഥാപ്രസംഗം പറയുമ്പോ തന്നെ ഉണ്ടല്ലോ, തെറ്റിപ്പോകും കഥാപ്രസംഗത്തിൽ തെറ്റ് വീഴും, കാരണം ഞാൻ പ്രിപ്പയർഡ് അല്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അപ്പൊ നമുക്ക് ബാക്കി കാണാം കേട്ടോ. മാമന്റെ കഥാപ്രസംഗത്തിനെക്കാട്ടിലും കൂടുതലും നിങ്ങൾക്ക് ഇഷ്ടം കുൽച്ചിതങ്ങൾ കേൾക്കാനായിരിക്കുമല്ലോ. നമുക്കത് കാണാമേ. അയ്യോ, ഞാൻ നിങ്ങളെ കളിയാക്കിയതല്ല, നിങ്ങളും എനിക്കും ഒക്കെ ഇഷ്ടം ഞങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചോദിക്കുന്ന ക്വസ്റ്റ്യനകത്ത് തന്നെ കാണും. ഇപ്പൊ ഞാൻ കുറെ പേര് ഇപ്പം നമ്മൾ പുറത്തായാലും നമ്മളിപ്പോ പിള്ളേരെയൊക്കെ നടന്നൊക്കെ നമ്മള് ജാസ്മിൻ ഇഷ്ടമല്ലല്ലേ, അല്ലെങ്കിൽ ജാസ്മിൻ ഇങ്ങനെ ആണല്ലേ, അല്ലെങ്കിൽ ഇതാണല്ലേ ജാസ്മിൻ എന്നുള്ള രീതിയിൽ ഇവരെന്താ പറയാ, ഓപ്പോസിറ്റ് ഒരു റിപ്ലൈക്ക് വേണ്ടി ഇവർ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇന്നത് ആക്കി ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറെ സാധനമുണ്ട്. അല്ലെങ്കിൽ ജാസ്മിന് 10 പറഞ്ഞാൽ വ്യൂസ് കിട്ടും എന്നുള്ളൊരു സാധനം ഉണ്ട്. ഇങ്ങനെയുള്ളവർക്ക് ഞാനൊന്ന് ഇന്റർവ്യൂ എടുക്കണം. അവരെന്നെ മാക്സിമം വിറ്റ് തിന്നാവുന്നതിന്റെ, ഇങ്ങനെയാണ് ഞാൻ പറയാൻ കേട്ടോ, വിറ്റ് തിന്നാവുന്നതിന്റെ മാക്സിമം എന്നെ വിറ്റ് തിന്നിട്ടുണ്ട്. ഇനി എന്തിനു ഞാൻ അവർക്ക് എന്നെ തിന്നാൻ നിന്ന് കൊടുക്കണം? മീഡിയക്കാര് വിറ്റ് തിന്നു. ഞങ്ങൾക്ക് ജാസ്മോളിന്റെ പടം കാണിച്ചെങ്കിൽ മാത്രമേ വ്യൂസ് കേറൂ, ലൈക്ക് കേറൂ എന്നൊക്കെയാണ് ജാസ്മോള് പറയുന്നത്. ചാസുമള്ള, നീ ആ പറഞ്ഞതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. നിന്റെ തല ഞാനിവിടെ വെട്ടി ഒട്ടിച്ചു കഴിഞ്ഞാൽ എനിക്ക് വ്യൂസ് കുറവാ ചാസുമോളെ. അതുപോലെ തന്നെ ഓൺലൈൻ മീഡിയക്കാരൊന്നും നിന്നെ വേണ്ടവർക്ക്. പിന്നെ ഇപ്പൊ നീ പറഞ്ഞില്ലേ ഈ വിറ്റ് ജീവിക്കുന്നത്, ഈ വിറ്റ് ജീവിക്കാനുള്ള പരിപാടി കാണിച്ചു കൊടുത്തത് നീ തന്നെ. അത് വേറെ, നമുക്ക് അങ്ങോട്ടേക്ക് വരാം. പിന്നെ ഞാൻ എൻ്റെ ഒരു സൈഡിൽ നിന്ന് പറയുക, എനിക്ക് എൻ്റെ മോളെ, എനിക്ക് എൻ്റെ സൂപ്പർ അണ്ണനുണ്ട്, നിനക്കറിയാവോ? എൻ്റെ അരിയണ്ണനുണ്ട്. എനിക്ക് അരിയണ്ണം മതി, അല്ലാതെ നിന്റെ എനിക്ക് ആവശ്യമൊന്നുമില്ല. പിന്നെ കഥാപ്രസംഗം ആൾക്കാർക്ക് ഇഷ്ടമായത് കൊണ്ട് മാത്രം ഞാൻ ഇറങ്ങിയതാ, അതും ചാസുമോളെ വെച്ചോണ്ട്, അല്ലാതെ എനിക്ക് താല്പര്യമൊന്നുമില്ല കേട്ടല്ലോ. പിന്നെ ചാസുമോളെ മീഡിയക്കാര് വിറ്റു തിന്നു എന്ന് പറയുന്നതിനകത്ത് ഒരു തെറ്റുണ്ട് ചാസുമോളെ. കാരണം മീഡിയക്കാർക്ക് തിന്നാനുള്ള വകുപ്പ് കാണിച്ചു കൊടുത്തത് നീയാ. മര്യാദക്കൊക്കെ പോയി ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലല്ലേ മോള് വന്നത്? അതൊന്ന് ആലോചിക്കണമായിരുന്നു. മോളുടെ വീട്ടിലോ, നമ്മുടെ ഹോട്ടലിന്റെ ഹോളിഡേ ഇൻ ഹോട്ടലിലോ, അല്ലെങ്കിൽ നമ്മുടെ വേറെ ലോഡ്ജിലോ ഒക്കെ ആണെങ്കിൽ നോ പ്രോബ്ലം മോളെ. പക്ഷെ ഇത് ജനങ്ങൾ, കൊച്ചു കുട്ടികൾ മുതൽ 65-70 വയസ്സ് വരെയുള്ള അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും കാണുന്ന പരിപാടിയിലാണ് മോള് വന്നിരുന്ന് കഥകളും കണ്ടന്റുകളും തന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പുറത്തുള്ള മീഡിയക്കാർ എടുത്തു വെച്ചങ്ങ് ആഘോഷിച്ചത്. മര്യാദക്ക് അതിനകത്ത് നിൽക്കുമായിരുന്നെങ്കിൽ ആരും ആഘോഷിക്കത്തില്ലായിരുന്നു. അതൊന്ന് ഓർത്താൽ കൊള്ളാം. അതുപോലെ തന്നെ മോളെ പോലെ തന്നെ ഉള്ളൊരു കുട്ടിയായിരുന്നു അവസാനം വരെ നിന്ന ശ്രീതു അർജുൻ എന്ന് പറയുന്ന 2 പേരെ എന്തുകൊണ്ട് ഇന്നും ജനങ്ങൾ ആഘോഷിക്കുന്നു, നല്ല രീതിയിൽ ആഘോഷിക്കുന്നു. അവർ സ്റ്റാർ സിംഗറിൽ പോയി കെട്ടിപ്പിടിക്കുന്നു. പക്ഷെ എന്തുകൊണ്ട് മോക്കും ചപ്രിമോനും അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല? മീഡിയക്കാരുടെ കുഴപ്പമാണോ? കാണിക്കുമ്പോൾ നോക്കിയും കണ്ടും കാണിക്കുക. നമുക്ക് ബാക്കി കണ്ടാലോ, കുറച്ചുണ്ട് കേട്ടാ. പകുതി വെച്ച് എനിക്ക് ബോറടിച്ച ഞാൻ ഈ കഥാപ്രസംഗം നിർത്തുവേ. കാരണം അയ്യോ എന്തൊക്കെയാണെന്ന് അറിയാമോ? നേരത്തെ മറ്റേ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു പ്ലാനിലുള്ള പരിപാടിയാ. അതുകൊണ്ട് മടുക്കും. കാണാം ബാക്കി. ഞാൻ ഇന്റർവ്യൂവേ കൊടുക്കുന്നില്ല എന്ന് വിചാരിച്ചത്. എന്റെ ചേട്ടനാണ്, സൈനയാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ ഞാൻ ഇന്റർവ്യൂ തരുന്നത്. ഞാൻ ജാസ്മിനെ വളരെ കാര്യമായിട്ടും ചേട്ടനാണ്, ചൈനയാണ്, അതുകൊണ്ട് മാത്രമല്ലേ നേരത്തെ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് ഡയലോഗ്സ് എല്ലാം കറക്റ്റായി ഒരു പ്രാവശ്യം ട്രയൽ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്കൊരു ഡൗട്ട് കേട്ടോ, ഈ പാവപ്പെട്ടവന്റെ ഡൗട്ടും ഒക്കെയാണ് ഇവിടെ തീർക്കുന്നത്. കഥാപ്രസംഗ രൂപേണ ശപിക്കൊന്നും ചെയ്യല്ലേ, ജീവിച്ചു പൊക്കോട്ടെ. പേടിയ ബാക്കി കാണാം നമുക്ക്. അല്ലെങ്കിൽ നാളെ ചിലപ്പോ പറയും അവൻ എന്നെ കൊണ്ട് കാശുണ്ടാക്കുന്നത് തെറ്റാണോ? ആണോ മോളെ? മോള് നല്ല കണ്ടന്റുകളൊക്കെ ഉണ്ടാക്കാറില്ലേ മോളുടെ യൂട്യൂബ് ചാനലിൽ? എങ്ങനെ മറ്റേ പല്ലിത്തീട്ടം എടുത്ത് തലയെ തേച്ചാ മുടി വളരും, ഇങ്ങനെ കുറെയൊക്കെ മോൾ ഉണ്ടാക്കാറില്ലേ? അപ്പൊ പല്ലിയുടെ കാട്ടം, പല്ലി തന്ന കണ്ടന്റ് അല്ലേ നിനക്കത്? നീ എന്ന് വെച്ചിട്ട് പല്ലി നാളെ പറഞ്ഞോണ്ട് കിടക്കുവോ? എന്റെ കാട്ടം കൊണ്ട് അവള് മറ്റേ തലമുടിയെ തേച്ച് ജനങ്ങളെ പറ്റിച്ചതെന്ന്? ഇല്ലല്ലോ.
പറഞ്ഞോണ്ട് നടക്കുവോ? അതുപോലെ മോള് മിണ്ടണ്ട. കാരണം കാണിച്ചത് കൊണ്ടാണ്, പല്ലി കാട്ടം ഇട്ടത് കൊണ്ടാണല്ലോ എടുത്ത് തലയിൽ തേച്ച് നാട്ടുകാരെ കാണിച്ചത്. അതേപോലെ മോള് ഛർദ്ദിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ആ ഛർദിലെടുത്ത് അങ്ങ് കൊടുക്കുന്നത്. അത് നല്ല ഛർദിലാണെങ്കിൽ കുഴപ്പമില്ല. ഇതൊരുമാതിരി ഊത്ത ഛർദില്, അതിനകത്ത് മൊത്തം കുൽസിതോ. എന്നിട്ട് ജനങ്ങളെ നിങ്ങൾ മണ്ടന്മാര്, ജനങ്ങളെ നിങ്ങൾ മണ്ടന്മാര് എന്ന് നമ്മുടെ ജാസ് മോള് പാട്ട് പാടി നടക്കുന്നു. എല്ലാ ഓൺലൈൻ മീഡിയയിലും കേറി ഇറന്ന് വിളമ്പുന്നു. ഇങ്ങനെ നീ വിളമ്പല്ലേ എന്റെ സുന്ദരി കുട്ടി ജാസുവേ. ബാക്കി കാണാം നമുക്ക്. നോക്കുന്ന ഒരവസരത്തിൽ എന്റെ മനസ്സിൽ കിട്ടിയ ഒരു കല്ലുകടി എന്ന് പറയുന്നത് അതായിരുന്നു. ശരിക്കും ജാസ്മിൻ അത് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് എനിക്കറിഞ്ഞൂടാ. ഇപ്പോഴും ജാസ്മിൻ അത് വിശദീകരിക്കുന്നത് കേൾക്കാൻ ആണ് ഞാൻ ഇരിക്കുന്നത്. അത് ജാസ്മിനോട് നേരിട്ട് ചോദിക്കണമെന്ന് ആഗ്രഹിച്ച ഒരേ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്. സീരിയസ്ലി പറയുകയാണെങ്കിൽ എന്റെ ഭാഗത്തുള്ള തെറ്റ് തന്നെയാണ്, ഞാനത് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. പക്ഷെ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ എന്നോട് ചോദിക്കുമ്പോൾ എനിക്കത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. നമ്മൾ എന്തായാലും മനഃപൂർവ്വം ഇല്ല അച്ചീന്നും പറഞ്ഞ് നമ്മൾ തുമ്മിയോ നമ്മളെ ചായക്കത്ത് ഇടത്തില്ല. അറിയാതെ ഞാൻ തുമ്മിപ്പോയൊരു സാധനമാണ്. പിന്നെ ഞാൻ എന്തെങ്കിലും പറയുമ്പോ ഈ എന്തെങ്കിലും കൗണ്ടർ അടിച്ച് വിടുന്ന ഒരു സാധനമുണ്ട്. ഇതൊരിക്കലും ഞാൻ എന്നെ ന്യായീകരിക്കുന്ന ഒരു സാധനമല്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞു വിടുന്നത്, അപ്പൊ ഞാൻ ആ ഒരു ഫ്ലോയ്ക്ക് എന്തോ പറഞ്ഞു വിട്ടതാണ്. ടേസ്റ്റ് കൂടട്ടെ, ഞാൻ ആ ഒരു ഫ്ലോയ്ക്ക് ചുമ്മാ പറഞ്ഞതാ. പിന്നെ ഞാൻ ശരിക്കും തുമ്മുന്നത് ചായക്ക് അകത്തോട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ നിന്നപ്പം തുമ്മിപ്പോയതാ. എനിക്ക് അറിഞ്ഞൂടാ, ഞാനത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന എനിക്ക് അറിയില്ല. പക്ഷെ എന്റെ തെറ്റ് തന്നെയാണ്. അത് ആഴ്ച ഒന്നിലങ്ങണ്ട് നടന്നൊരു സംഭവമാണ്. അത് ഞാൻ ഇപ്പോഴും കേൾക്കുന്നുണ്ട്. ഞാനത് എത്ര അക്സെപ്റ്റ് ചെയ്താലും ഞാൻ ചെയ്ത തെറ്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ അതിന് സോറി ചോദിക്കുന്നുണ്ട്. ഇതിനപ്പുറം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടേസ്റ്റ് കൂടുമെന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അത് ഞാൻ പറയില്ല. അത് ഞാൻ എന്തോ നമ്മൾ ഈ ചുമ്മാ ഞാൻ എന്തെങ്കിലും കാണിക്കുമ്പോ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ ഒരു കൗണ്ടർ അടിച്ച് അങ്ങനെ എടുത്തില്ല. ഞാൻ ആ ഒരു സെൻസിൽ പറഞ്ഞ സാധനങ്ങളാണ്. എന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ. ഒരു ടൈം ഗബ്രിയുടെ അടുത്ത് ഞാൻ ഇങ്ങനെ ചോദിച്ചിട്ട്, ഞാൻ അതൊക്കെ പിന്നെ പുറത്തിറങ്ങിയിട്ടൊക്കെയാണ് കുറെ റീലായിട്ട് കണ്ടത്. അപ്പൊ അവനിങ്ങനെ എന്താന്ന് വെച്ചാൽ കാണുന്നു ഇന്ന് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നൊരു ഇതുണ്ട്. അത് വളരെ മോശമായിട്ട് അത് പുറത്തുനിന്ന് അത് നമുക്ക് വേറെ ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. ഞാൻ ചുമ്മാ ഈ തമാശക്ക് അല്ലെങ്കിൽ നമ്മളിപ്പം തമാശക്ക് കാണിക്കുന്നതാ, കുറ്റം പറയേ വേണ്ട ആര്. കാരണം കണ്ടതാണല്ലോ ഞങ്ങള്, അല്ലയോ? കൊച്ചു പിള്ളേർക്കൊക്കെ കാണാൻ പറ്റിയതുമായിരുന്നത്. സ്വന്തം വീട്ടിൽ കാണിച്ചോ? അങ്ങനെ വീട്ടിൽ കിടന്ന് ചപ്രിമോനെ കോള് ചെയ്ത്, എടാ ചപ്രിമോനെ പോയി കാണിച്ചു തരണോ, ഞാൻ നിനക്ക് കാണിച്ചു തരണോടാ നിനക്ക്, ഇങ്ങനൊക്കെ പറയാൻ കുഴപ്പമില്ല ചേച്ചി. പിന്നെ വേറൊരു കാര്യം ചേച്ചി പറഞ്ഞ ആ ചായ തുപ്പിയ കേസ് പറ്റിപ്പോയി എന്റെ കൊച്ചിന്. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ആദ്യം തൊട്ട് അവസാനം വരെ എന്റെ കൊച്ചിന്റെ അതിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത്? ഇങ്ങനെ പറയല്ലേ, പറ്റിപ്പോയി, ക്ഷമിക്കതിനോട്. പക്ഷെ ഈ പരിപാടി കേട്ട ഇതിനെ മോളെ ന്യായീകരിക്കല്ലേടി, അത് തെറ്റാടി മോളെ. നീ അത് നാട്ടുകാര് കാണുന്നതല്ലേ. നീ നിനക്ക് ഇഷ്ടമുള്ള പോലെ നീ ചെയ്തോ, ഇഷ്ടമുള്ള പോലെ എന്റെ കുഞ്ഞ് ചെയ്തോ, തെറ്റില്ല. പക്ഷെ അത് മോളുടെ വീട്ടിൽ കിടക്കുമ്പോ ഇല്ലെങ്കിൽ ഹോട്ടലിൽ കിടക്കുമ്പോ മോക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഫോണിലൊക്കെ ചെയ്യുമ്പോ ഒന്ന് പോയിടാ, ഇങ്ങനെ കാണിച്ചു തരണോടാ ഞാൻ നിനക്ക്, പോടാ എന്നൊക്കെ പറയാം, കുഴപ്പമില്ല. പക്ഷെ നാട്ടുകാർ കാണുമ്പോ അത് കാണിച്ചു കഴിഞ്ഞാൽ കുറച്ച് തെറ്റാ മോളെ. എല്ലാരും ഒരേപോലെ എടുക്കണമെന്നില്ല. അതേ ചേട്ടൻ പറയുന്നുള്ളൂ. മോള് ചെയ്ത തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. മോൾ അങ്ങനെ ചെയ്തോ, മോളുടെ വീട്ടിൽ ഇരിക്കുമ്പോ ഞാൻ പറഞ്ഞില്ലേ, മോളുടെ വീട്ടിൽ ഇരിക്കുമ്പോ മോള് ചെയ്തോ, ഒരു തെറ്റുമല്ലത്. പക്ഷേ പബ്ലിക് പ്ലാറ്റ്ഫോം, കൊച്ചു കുട്ടികള് അവരിത് കാണുമെന്ന് എന്താ മോള് ആലോചിക്കാത്തെ? ഇതൊക്കെ പോട്ടെ, എന്നിട്ട് ഇതൊക്കെ വന്ന് ഈ വെളുപ്പിക്കാനിരിക്കുന്നത്. അപ്പുറം ഇരിക്കുന്നവനാണെങ്കിൽ ഒരു മണിക്കൂർ, ഇവിടെ എന്തോ ഒരു നല്ല ഇന്റർവ്യൂ ചേട്ടാ തന്റെ ഞങ്ങള് കണ്ടതാ. തനിക്കൊന്ന് ഈ പറയുന്നതിനൊന്നും താൻ എന്താണോ ഒന്ന് തിരിച്ചു ചോദിക്കാത്തത്? എന്റെ പൊന്നെണ്ണ, ആ നമ്മുടെ മൈൽ സ്റ്റോണിന്റെ നമ്മുടെ റോഷൻകുട്ടന്റെ അടുക്കലോട്ടൊക്കെ വിട്ടു പോകത്തില്ലല്ലോ. വലിച്ച് കീറി ഒട്ടിച്ച് മറ്റേ ഭിത്തിയെ വെച്ച് ഇങ്ങനെ ഒട്ടിച്ചു വിടും. ഇല്ലെങ്കിൽ പിന്നെ അതിനകത്ത് നേരത്തെ പ്ലാൻ ചെയ്ത്. പക്ഷെ എന്തെങ്കിലുമൊക്കെ ആട്ടെ, ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. മീഡിയക്കാരെ പറഞ്ഞത് അതിനോട് എനിക്ക് ഒട്ടും കേട്ടോ നടക്കത്തില്ല മോളെ. നീ കാണിച്ചതേ ഞങ്ങൾ എടുത്ത് വെച്ച് അറിഞ്ഞിട്ടുള്ളൂ, അല്ലാതെ നീ കാണിക്കാത്തൊന്നും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. മറ്റേ ആനിമേ ക്യാരക്ടർ പോലെ ഉണ്ടാക്കി ചാസുവിന്റെ തല ഒട്ടിച്ചു വെച്ച് അത് പുറത്ത് ജനങ്ങളെ കാണിക്കുന്ന പരിപാടി ഞങ്ങൾ ചെയ്തിട്ടില്ല മോളെ. അത് എന്റെ പൊന്നുമോളൊന്നും മനസ്സിലാക്കുക, ദൈവത്തെ ഓർത്ത് എന്റെ മോളൊന്ന് മനസ്സിലാക്കുക. ഇങ്ങനത്തെ മണ്ടത്തരങ്ങളിരുന്ന് വിളമ്പരുത് നീ ദൈവത്തെ ഓർത്ത്. പിന്നെ നീ നിന്റെ കുഴി തോണ്ടിയിട്ട് അതിനകത്ത് കയറി കിടക്കും, എന്നിട്ട് നീ തന്നെ മറ്റേ മേളിൽ നിന്ന് മണ്ണ് വാരിയിട്ടോളം പറഞ്ഞോണ്ടിരിക്കുക. ആ പരിപാടിയാണ് ചെയ്യുന്നത്. മീഡിയക്കാർക്ക് കുറ്റം. നല്ലതാ മോളെ, നല്ലതാ. എല്ലാ മീഡിയക്കാരെയും നീ ഇത് കണക്ക് പറ. എന്നിട്ട് മോള് ചെയ്തതെല്ലാം ഞങ്ങള് മറ്റേ ഉണ്ടാക്കി ജനങ്ങളെ അടിച്ചേൽപ്പിച്ചത് ഇങ്ങനെ പറയുന്നതിനകത്തുള്ള നിന്റെ തോലിക്കട്ടി ഉണ്ടല്ലോ,
എന്റെ പൊന്നു മോളെ, നമുക്ക് ബാക്കി കാണാം. ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഇപ്പം റസ്മിന്റെ അടുത്തായാലും ഞാൻ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് അവൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഞാൻ തിരിച്ചെന്തെങ്കിലും എടുത്തോ പിടിച്ചോ എന്നുള്ളൊരു മറുപടി കുറച്ച് എനിക്കുണ്ട്. അങ്ങനെ പറഞ്ഞു വിട്ടൊരു സാധനം അത്. പക്ഷെ പുറത്ത് ഇത്ര വിവാദമാവുന്നോ മനസ്സിൽ പോലും ഞാൻ ഒന്നും കരുതിയോ അല്ലെങ്കിൽ ചിന്തിച്ചോ പറഞ്ഞല്ല, ചുമ്മാ നമ്മൾ പറഞ്ഞു വിടൂലേ. ചേട്ടാ ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത് നമ്മളെ എങ്ങനെയാണോ പിക്ചർ ചെയ്യുന്നത് അതേ നമുക്ക് പുറത്ത് കിട്ടുള്ളൂ. ഈ ലോകത്ത് ആദ്യമായിട്ട് നഖം കടിച്ചിട്ടുള്ള ഒരാളോ അല്ലെങ്കിൽ വാഷ്റൂമിൽ ചെരുപ്പില്ലാതെ കയറിയിട്ടുള്ള ഒരാളോ ഒന്നും അല്ല ഞാൻ. എത്രയോ പേര് കാണും. ഇപ്പം ഈവൻ ചേട്ടൻ പോലും ഏതെങ്കിലും ഒരു സമയത്ത് കയ്യിലോ കാലിലോ നെഗോ എന്തെങ്കിലും ഒന്ന് കടിക്കാത്തൊന്നും അല്ല. നമ്മളൊക്കെ ചെയ്തിട്ടുള്ളൊരു കാര്യം. പക്ഷെ നമ്മൾ അങ്ങനെ പിക്ചർ ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ എന്റെ കാലിന്റെ നഖം കടിച്ച ഒരു സീൻ ഞാൻ ഓൾറെഡി ഇതിൽ പറഞ്ഞതാണ്. എന്റെ കാല് ഭയങ്കരമായി പൊട്ടിക്കറിയരുത്. അതിനകത്ത് അവിടെ ഉള്ള ഒരു ഏകദേശ കണ്ടസ്റ്റൻസിന് മൊത്തം അറിയാം. ഇപ്പോഴും സ്റ്റിൽ എന്റെ കാലിന്റെ പാദം പൊട്ടിക്കറി വരുന്നുണ്ട്. നമുക്ക് അവിടെ നെയിൽ കട്ടർ കിട്ടുന്നത് ഒരാളിപ്പോ ഒരു സാധനം എടുക്കുവാണെങ്കിൽ ഏതെങ്കിലും എവിടെയെങ്കിലും കൊണ്ടിടും. പിന്നെ അത് എവിടാണ് എന്താണെന്ന് തപ്പി പിടിക്കാൻ ഭയങ്കര പാടാം. അങ്ങനെ എനിക്ക് പെഡിക്യൂറിന്റെ ഒരു സാധനം വരെ തന്നിട്ടുണ്ടായിരുന്നു. അതും ഒരു കണ്ടസ്റ്റന്റ് എടുത്തുകൊണ്ട് പോയി കളഞ്ഞു. മീൻസ് അവര് വേറൊരു വഴിക്ക് ആ സാധനം പോയി. അപ്പൊ എന്റെ ഒന്നുമില്ല. നമ്മൾ അവിടെ ടാസ്ക് ചെയ്യുന്നതാ. എന്റെ നഖമല്ല ഞാൻ കടിക്കുന്നത്, എന്റെ കാലിന്റെ നഖത്തിന്റെ തൊലിയാണ് ഞാൻ കടിക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ കാലിന്റെ നഖത്തിന്റെ തൊലി അഴന്നു പോകുമ്പോൾ നമ്മൾ നടക്കുമ്പോൾ നമുക്ക് വേദന എടുക്കും. അഴന്നു പോയിട്ടുള്ളവർക്കറിയാം. അപ്പൊ എനിക്കൊരു മാർഗമില്ല. ഞാൻ കൈയും കൊണ്ട് ആദ്യം പറിക്കാൻ നോക്കിയിട്ട് ഈ സാധനം വരുന്നില്ല. അപ്പൊ ഞാൻ എന്തിനും എനിക്ക് ആ വേദന മാറണ്ടേ, അടുത്ത ടാസ്ക് ചെയ്യണ്ടേ. എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല, ഞാൻ കടിച്ചു. ഒരു സാധനം നമുക്ക് തരും. അത് അവർക്ക് ആ ഷോയ്ക്ക് ആവശ്യമാണ്. നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം നമുക്ക് അവരെന്ത് ചെയ്യാണ്, ഓരോ ദിവസവും നമുക്ക് പേയ്മെന്റ് തന്നിട്ട് നമ്മളവിടെ നിർത്തുന്നതാണ്. പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ ചെയ്തെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എനിക്ക് ഇതിനകത്തൊന്നും ഒരു പരിഭവമൊന്നുമില്ല. പക്ഷെ എന്നെ മാത്രം പരാതിയും പരിഭവവും ഒന്നുമില്ല. അവിടെ കാണിക്കുന്നതിനകത്ത് കുറെ കാര്യങ്ങൾ പുറത്തേക്ക് കാണിക്കുന്നു. അങ്ങനെ നല്ലത് മാത്രമേ കാണിക്കാതിരിക്കുന്നുള്ളൂ, ചീത്തതേ കാണിക്കുന്നുള്ളൂ, നല്ലത് കാണിക്കുന്നില്ല. അങ്ങനത്തെ ഒരു പരാതി എന്റെ കുഞ്ഞിനില്ല എന്നാണ് എന്റെ കുഞ്ഞ് ഇപ്പൊ പറയുന്നത്. 1 വർഷം കഴിഞ്ഞ് എഗ്രിമെന്റ് കഴിയുമ്പോഴും എന്റെ കുഞ്ഞ് ഇത് തന്നെ പറയണം. അത് ആദ്യമേ ഞാൻ പറഞ്ഞു വെക്കുന്നേ. ഇനി നമുക്ക് കുറച്ച് ബാക്കിലോട്ട് പോകാം. അതായത് മറ്റേ നഖംകടിയുടെ കേസ് മോള് പറഞ്ഞല്ലോ. അതെന്റെ മോളയുടെ എന്ത് ചെയ്യാനാ? എല്ലാരും ഇങ്ങനെ എന്റെ കുഞ്ഞിനെ കുറ്റം പറയരുത് കേട്ടോ. പാവമെന്റെ കൊച്ചുകുട്ടി ചാസു, ആ കൊച്ചുകുട്ടി നഖം കടിക്കും, വേനൽക്കാലം തിന്നോ മോളെ, മൂക്കട്ടയെടുത്ത് വായിൽ വെച്ച് തിന്നോ, നാട്ടുകാർക്ക് ചായയിൽ നീ കലകി കൊടുക്കരുത് മോളെ. ആ പരിപാടി നീ ചെയ്യാതിരിക്കുക. നീ നഖം കടിക്കുവോ അല്ലെങ്കിൽ ഒന്നും പറയുന്നില്ല. നമുക്ക് ബാക്കി കാണാം. പിന്നെ മാത്രമാണ് അവിടെ ആ പോർട്രേറ്റ് ചെയ്ത് കാണിച്ചത്. ഈ പറയുന്ന പല കണ്ടസ്റ്റൻസും ഈ ചപ്പാത്തി തുമ്മിയ കേസുണ്ട്, അല്ലാതെ മൂക്ക് തുടച്ച സാധനം കൊണ്ട് പാത്രം തുടയ്ക്കുന്നുണ്ട്, അതല്ലാതെ പല സാധനങ്ങളുണ്ട്. പക്ഷെ ഇവരിത് എന്ത് ചെയ്യുന്നില്ല. മൂക്ക് തുടച്ചിട്ട് പാത്രം നിനക്ക് പറയാനൊരു ഉളുപ്പില്ലേ എന്റെ പൊന്നുമോളെ? മനുഷ്യൻ നീ കാണിച്ചു. നിന്നെ വെളുപ്പിക്കുമ്പോ നീ എന്തൊക്കെ പറഞ്ഞു കൂട്ടുന്ന എന്റെ കൂട്ടുകാരി. മൂക്ക് തുടച്ചത് വെച്ച് പാത്രം തുടച്ചെന്നോ? എടി പറയുമ്പോ ഒരു ഞങ്ങള് ജനങ്ങളിത് കണ്ടിട്ട് മോളെ നീ പറയുന്ന സത്യമാണെന്ന് നമ്പുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറ. അത് ഇത്രയും മറ്റേ മണ്ടബുദ്ധിയൊന്നും അല്ല. അതിന്റെ താഴെയുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നോ അവിടെ? അല്ല, ഈ മൂക്കളെ എടുത്തിട്ട് പാത്രം തേച്ചൊരച്ച് കഴുകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ എന്റെ പൊന്നുമോളെ, നിന്നെ നമിച്ചു. നിന്റെ ഒരു വെളുപ്പില് സൂപ്പർ, അങ്ങടെ ബമ്പർ. ഇങ്ങനെ വേണം വെളുപ്പിക്കാൻ, കണ്ട് പഠിച്ച കൂട്ടരെ. കഷ്ടമുണ്ട് മോളെ, ഇങ്ങനൊന്നും പറയല്ലേ. കൂടെ ഉണ്ടായിരുന്ന എല്ലാത്തിനെയും കൂടെ പേര് പറയുന്നില്ല അവള്. പക്ഷെ പേര് പറഞ്ഞാൽ വീട്ടിൽ വന്ന് മിക്കവാറും അടിക്കും. അതായിരിക്കും മൂക്കള ചീറ്റിട്ട് പാത്രം തുടച്ച് കഴിക്കുന്നതൊക്കെ. പോർട്രേറ്റ് ചെയ്ത് എടുത്തു കാണിക്കുന്നില്ല. അത് അവരെന്നെ പിക്ചർ ചെയ്തത് മാത്രം അങ്ങനെ എനിക്കറിയില്ല. ഒന്നും പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. ഇപ്പൊ ഞാനായപ്പം കാല് കഴിച്ചാണെങ്കിൽ ബാത്റൂമിൽ പോയിട്ട് എനിക്ക് ചെരുപ്പിടാൻ പറ്റണില്ല. എനിക്ക് നടക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ആയിരുന്നില്ല അവിടെ. അത്രയും നമ്മുടെ ഈ വിണ്ട് കീറിയിട്ട് അതിനകത്ത് വിണ്ട് കീറി പഴുത്ത എങ്ങനെയായിരിക്കുന്നത്. ഞാൻ എത്ര വട്ടം അതിന് ഡോക്ടറെ കാണിച്ചിട്ടുണ്ട്. ഡോക്ടറെ കാണിച്ചിട്ട് ഞാൻ ഈ പെഡിക്യൂറിന്റെ സാധനം ചോദിച്ചിട്ട് അവരെനിക്ക് തന്നിട്ടില്ല.
ലാസ്റ്റ് അവര് എന്നോട് പറഞ്ഞത് തരാൻ പറ്റില്ല 2-3 വട്ടം ഞാൻ മെഡിക്കൽ റൂമിൽ പോയി പറഞ്ഞിട്ടും ഏറ്റവും ലാസ്റ്റ് അവർ എനിക്ക് തരുന്നത് ലാലേട്ടന്റെ എപ്പിസോഡില് ഈ ഒരു ഇഷ്യൂ എടുത്ത് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ഈ സാധനം തരുന്നത്. സോ അവിടെ ഞാനൊരു നെഗറ്റീവ് ഷെയ്ഡ് അടിക്കുകയും ചെയ്യും. എന്റെ നിസ്സഹായാവസ്ഥ എനിക്ക് ആരോടും പറയാനും പറ്റില്ല. ജാസ്മിന് വേണ്ടിയിട്ട് അവസാനം ലാലേട്ടൻ വന്ന് ചെരുപ്പ് വാങ്ങി തരേണ്ടി വന്നു. അത് അവർക്കൊരു കോണ്ടന്റ് ആണ് എന്ന് പറഞ്ഞാൽ അവർക്കിപ്പോ നോക്കുമ്പോ അവരിപ്പോ എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് ഞാൻ മെഡിക്കൽ റൂമിൽ പോകുമ്പോൾ അവരെനിക്കൊരു പെഡിക്യൂർ കിറ്റോ അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഈ ഒരു കാലം വെച്ച് എനിക്ക് നടക്കാൻ പറ്റുന്നതെന്ന് പറയുമ്പോൾ എനിക്കൊരു ചെരുപ്പ് തന്നാൽ തീരാവുന്ന പ്രശ്നമേ അവിടെ ഉള്ളൂ. അത് ചെയ്യാവുന്നതാണ്. ഞാൻ അങ്ങോട്ട് ചോദിക്കുകയും ചെയ്തതാണ്. പക്ഷെ അവരെന്ത് ചെയ്തില്ല. ആ സമയം എനിക്കത് തരാനിട്ട് ലാലേട്ട വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ഇത് തരുമ്പോ ആ ഒരു വൃത്തി എന്നുള്ളത് ഒന്നുകൂടെ എന്താവും എടുത്തു വെക്കും. അത് അവർക്ക് കണ്ടന്റാണ്. ഈ മൂക്കിന്റെ കേസില് ഇതൊക്കെ അറിഞ്ഞിട്ടല്ലോ എന്റെ മോൾ അങ്ങോട്ട് പോയത്. അപ്പൊ പോകുമ്പോ കാലിനിങ്ങനെ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഒരു നമ്മുടെ സ്വന്തം വീടല്ല, വേറൊരു വീട്ടിലേക്ക് പോവുക, അവിടെ കുറെ പേരുണ്ട്. അപ്പൊ ഇച്ചിരി അപ്പം അങ്ങനെ മാത്രം ഇച്ചിരി വൃത്തിക്ക് വേണ്ടി ഒരു ചെരുപ്പ് ബാത്റൂമിൽ, അതും ഇത്രയും പേരുള്ള സ്ഥലമാണ്. അപ്പൊ ടോയ്ലറ്റിൽ പോകുമ്പോ വീടല്ല വേറൊരു സ്ഥലത്ത് ഇത്രയും പേര് ഇങ്ങനെ പോകുമ്പോ ഒരു ചപ്പല ഇച്ചിരി മൂലയുള്ള ആരാണെങ്കിലും എടുത്ത് ഇടത്തില്ലയോ എന്റെ മോളെ? നിനക്ക് അത് ചെയ്തൂടെ? സമ്മതിച്ചു, ഞാനിവിടെ സമ്മതിക്കുന്നു. നിന്നെ വിറ്റ ഒരു കാശുണ്ടാക്കിയതാ മോളെ. മാമൻ ആദ്യം തൊട്ട് പറയുന്ന കാര്യം ഇത്. എന്റെ കൊച്ചിനെ വിറ്റ് നല്ല രീതിയിൽ അവന്മാര് കാശുണ്ടാക്കിയെന്ന് മോളും പറയുന്നുണ്ടല്ലോ. കാരണം കാശ് തന്നതാ, അവര് വിൽക്കും. ഇതൊക്കെ അറിഞ്ഞിട്ട് വേണമായിരുന്നു അങ്ങോട്ട് പോകാൻ. ഇതൊന്നും അറിയാതെയാണോ കയറി ചെന്നേ? എന്നിട്ട് അവിടുന്ന് കാണിക്കുന്നതിനെ ന്യായീകരിക്കുന്നുണ്ട്. അതാണ് സഹിക്കാൻ വയ്യാത്തത്. മോള് തന്നെ പറയുന്നുണ്ട് മോൾ 5ാമത്തെ സീസണൊക്കെ കണ്ടിട്ടുണ്ടെന്ന്. എല്ലാം പുറത്ത് കാണിക്കുമെന്ന് അറിയാം. എന്നിട്ട് പോയി ഓരോന്ന് കാണിച്ചിട്ട് പിന്നെ അങ്ങ് വെളുപ്പിക്കുമ്പോ ഉണ്ടല്ലോ ജനങ്ങൾ എടുത്ത് ഉടുക്കും, പ്രത്യേകിച്ച് മീഡിയക്കാര്. അപ്പൊ വന്നിട്ട് അവർ കാശുണ്ടാക്കാൻ കാണിച്ചതാണെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമുള്ള മോളെ. മനസ്സിലായില്ല? ഈ മീഡിയക്കാര് മോളോട് കുത്തി ചോദിച്ചോരത്ത് തീർത്ത് വിടും ചിലപ്പോ. അങ്ങനത്തെ പരിപാടികളുണ്ട് ചോദിക്കാൻ. ഈ മാമൻ ചോദിക്കത്തില്ല, കൂടെ നിന്ന് അഭിനയിക്കുന്ന മാമൻ ചോദിക്കത്തില്ല, മാമന് പറ്റത്തില്ല. മാമന്റെ കൂട്ടുകാരെയാണല്ലോ വിളിച്ച് മോളെ അവിടെ ഇരുത്തിയിരിക്കുന്നത്, അതുകൊണ്ട് പറ്റൂല. പക്ഷെ എല്ലാവരും മാമന്റെ മോളുടെ കൂട്ടുകാരുടെ മറ്റേ പരിപാടി അല്ല കേട്ടോ. അതൊന്ന് ഓർത്താ കൊള്ളാം. ഫ്രണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ബാക്കി അടഞ്ഞു പോയി. ഒന്ന് തുറക്കണം മോണേ. എപ്പോഴും പിടിക്കുന്നതോ ഇല്ലെങ്കിൽ മൂക്കിൽ കൈയിടുന്നതോ ഒക്കെ ഒരു ശീലമായിട്ട് വന്നതാണോ? അതെന്താണ്? അത് ഇപ്പൊ എന്റെ ശീലമാണെന്ന് പറഞ്ഞൊരു പ്രശ്നമില്ല. എനിക്ക് നല്ല അലർജി ഉള്ള ഒരാളാ. എന്നെ പേഴ്സണലി അറിയാവുന്ന എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന. പക്ഷെ എനിക്ക് അതിനകത്ത് പോയിട്ട് അത്ര അലർജി ഇഷ്യൂസ് ഇല്ലായിരുന്നു എന്റെ ഭാഗ്യത്തിന്. അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ പരലോകം കഴിഞ്ഞപ്പോ പോയേനെ. അതും കൂടെ ഉണ്ടായിരുന്നു. കാരണം ഞാൻ 24 മണിക്കൂർ തുമ്മി നടക്കുന്ന ഒരാളാ. എനിക്ക് വെള്ളം അലർജി എന്ന് പറയുമ്പോൾ പലരും കളിയാക്കും, ഈ വെള്ളം അലർജി ഒക്കെ കുടിക്കാൻ പറ്റത്തില്ലേ? ശരിക്കും എനിക്ക് വെള്ളം അലർജിയാണ്. ഞാൻ എങ്ങനത് പറഞ്ഞ് മനസ്സിലാക്കാം? എന്റെ പഴയ വ്ളോഗ് തൊട്ട് എടുത്ത് നോക്കിയാൽ കാണാം 24 മണിക്കൂർ ഞാൻ തുമ്മിക്കൊണ്ടിരിക്കുന്നത്. കുളിച്ചു കഴിഞ്ഞ് ഇറങ്ങി തുമ്മി എന്റെ ഊപ്പാടാവും. എനിക്ക് കുളിയൊരു തെറ്റല്ല, കുളിച്ചാൽ അവർക്ക് ചൊറിയും. ഇതാണോ അവളുടെ പ്രശ്നം? ആ പ്രശ്നം ചസുമൊക്കെ കുളിക്കാൻ വയ്യ, മടിയാണോ അല്ലട മോനെ, അവക്ക് തുമ്മൽ വരും മക്കളെ. ഇതാണ് അവൾ പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഭയങ്കരമായിട്ട് തിരക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഇവിടെ ഈ വീഡിയോ കാണാൻ ഏതെങ്കിലും ഡോക്ടർമാരുണ്ടെങ്കിൽ, എന്റെ സ്വന്തം ഡോക്ടർമാര്, നിങ്ങളൊന്ന് പറയുക. നമുക്ക് മനസ്സിലാവും. ഈ പൊടിയൊക്കെ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് തുമ്മലായിരിക്കും. പക്ഷെ കുളിച്ചു കഴിഞ്ഞാൽ തുമ്മൽ വരും. എനിക്കറിയാം. ഈ പാവപ്പെട്ട കാതികൻ അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് ആരും ഇനി എടുത്ത് ഉടുക്കാൻ വരരുത്. ഞാൻ ആദ്യമേ പറഞ്ഞു. പിന്നെ ഞാൻ മുണ്ടും കൂടെ ഉടുത്തിരിക്കുന്ന കാണണം. അതെ കണ്ട ഇനി എടുത്ത് ഉടുക്കാനൊന്നും വരല്ല. അയ്യോ വേറൊന്നും കാണുന്നില്ലല്ലോ. ഇല്ല. അപ്പൊ സംഗതി അത്രേ ഉള്ളൂ. ടോപ്പിക്കിന്ന് മാറിപ്പോയല്ലോട്ടെ. അപ്പൊ കൊച്ചിന്റെ കുളിയാണ് പ്രശ്നം. കൊച്ചു കുളിക്കോ കുളിക്കാതിരിക്കുമോ അത്രേ ഉള്ളൂ. അതിനകത്തൊന്നും നമ്മൾ വലുതായിട്ട് മൈൻഡ് ചെയ്യണ്ട. പക്ഷെ ഈ കള്ളത്തരമാണോ എന്ന് എനിക്ക് ഡൗട്ട്. അങ്ങനെ കുളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തുമ്മൽ വരുമോ? എനിക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അറിയാത്ത കാര്യത്തിൽ ഞാൻ അധികം പറയാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു പാട്ട് പാടി ഞാൻ ആ ഒരു പരിപാടി അങ്ങ് നിർത്തിയിരിക്കുന്നു. ബാക്കി സീനുണ്ട്. ഈ പ്രധാനപ്പെട്ട ബിഗ് ബോസ് കണ്ടന്റുകളിൽ ഒന്നെന്ന് പറയുന്നത് ജാസ്മിൻ ഗബ്രി റിലേഷൻ ആയിരുന്നു. അത് അസ്വാഭാവികമായി രൂപപ്പെട്ടു എന്നാണ് പൊതു വിലയിരുത്തൽ. അതായത് ആദ്യ ദിവസം മുതൽ തന്നെ നിങ്ങൾ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള റിലേഷൻസ് അതിനകത്ത് ഉണ്ടാവാറുണ്ട്, പ്ലാൻഡ് ആയിട്ട് ഉണ്ടാവാറുണ്ട്, അല്ലാതെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതിനൊരു സമയം കൊടുത്തില്ല. വെരി സെക്കൻഡ് ഡേ തന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് ലവേഴ്സിനെ പോലെ ആക്ട് ചെയ്തു തുടങ്ങി എന്നുള്ളിടത്താണ് പ്രേക്ഷകരുടെ പിന്തുണ കിട്ടാതെ പോയെന്നാണ് പൊതുവിലുള്ള വിലയിരുത്തൽ. യഥാർത്ഥത്തിൽ എന്താണ് ആ സമയത്ത് സംഭവിച്ചത്? ഇപ്പോൾ ആദ്യ ദിവസങ്ങളിൽ തന്നെ അങ്ങനെ കൂട്ടായത്, അതൊരു സ്വാഭാവികമായ ഒരു കൂട്ടായിട്ട് പ്രേക്ഷകർക്ക് എന്തുകൊണ്ടാണ് തോന്നാത്തത്?
ആക്ച്വലി ഞാനും ഗബ്രിയും അല്ല ശരിക്കും കൂട്ടായത്. ഞാന് രതീഷക്ക, നോറ, ഗബ്രി ഇങ്ങനെ ആയിരുന്നു കൂട്ടായത്. അതിൽ നിന്ന് ഈ രതീഷക്കായും നോറയും പോവാണ് ചെയ്തത്. എങ്ങനെ പോകാതിരിക്കും? അല്ലെങ്കിൽ രതീഷും നോറയും കൂടെ കപ്പിളാകണം. അവരെന്നിട്ട് ആ ഒരു നിങ്ങളുടെ കൂടെ നിന്ന് മോളും ചാസുക്കുട്ടൻ മോളും നമ്മുടെ ചപ്രിക്കുട്ടനും കൂട്ട്. അപ്പൊ നോറയും എന്താ രതീഷേട്ടനും മറ്റേ മേപ്പോട്ട് നോക്കിയിരിക്കും നിങ്ങൾ അങ്ങനെ പോകുമ്പോ. അവരവരുടെ പാട് നോക്കി പോയടേ. അതുകൊണ്ട് വലിയ ചീത്തപ്പേരൊന്നും ഇല്ലാതെ രണ്ടുപേരും ഒന്ന് പുറത്തിറങ്ങി നടക്കുന്നുണ്ട്. നമ്മുടെ നോറ കൊച്ചു മോൺസ്റ്റർ കൊച്ചാണെങ്കിലും വലിയ സീനൊന്നും ഇല്ല കൊച്ചിന്. മക്കളുടെ കൂടെ പിടിച്ചായിരുന്നെങ്കിൽ വേറെ പേരുകൾ കിട്ടിയേനെ ആ പാവം കുഞ്ഞാടുകൾക്ക്. അവരതൊന്നും മേടിക്കാതെ പോയതിന് നമുക്ക് കർത്താവിനോട് നന്ദി പറയാം ചാസുമോളെ. എന്നിട്ട് നമുക്ക് ബാക്കി കാണാം. പിന്നെ ഉണ്ടായിരുന്നത് ഞാനും ഗബ്രിയായിരുന്നു. ഈ പുറത്ത് നിന്ന് വാപ്പ അതിനെ വിലയിരുത്തിയിരുന്നത്, നിങ്ങളുടെ ഈ കോംബോയെ വിലയിരുത്തിയിരുന്നത്, ആ കളിയിൽ അങ്ങനെ ഒരു ഗെയിം കളിക്കാൻ ശ്രമിച്ചു ജാസ്മിൻ, പക്ഷെ അത് ഓവർ സ്മാർട്ട്നെസ് ആയിപ്പോയി എന്നാണ്. അത് അങ്ങനെ പാടില്ലായിരുന്നു. ഓവർ സ്മാർട്ട്നെസ് വേണ്ട. ചിലപ്പോൾ ചില കോമ്പോസ് ഒക്കെ വർക്ക് ചെയ്യുന്നത് കണ്ടിട്ട് അയാൾ അങ്ങനെ വർക്ക് ചെയ്യാൻ ശ്രമിച്ചതായിരിക്കാം. പക്ഷെ ഇത് ഞാൻ അംഗീകരിക്കുന്നതല്ല, തെറ്റാണ് എന്ന്. അപ്പൊ വാപ്പ മാത്രമല്ല, ജാസ്മിൻ ഉള്ളിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, ഞാനത് തിരുത്തിയാൻ മുന്നോട്ട് പോകുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ തെറ്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ശരിക്കും എനിക്ക് മനസ്സിലായിട്ടില്ല. എന്താണ് ജാസ്മിൻ പറഞ്ഞ തെറ്റ്, വാപ്പ പറഞ്ഞ തെറ്റ്? അത്ത പറഞ്ഞ തെറ്റ്, അത്താടെ കണ്ണില് അത്തന്റെ അടുത്ത് ഇറങ്ങാൻ നേരത്തെ അത്തന്റെ അടുത്ത് ചോദിച്ചത്, നീ അല്ലേ പറഞ്ഞ നീ അവിടെ കോമ്പോ എന്ന് നോക്കത്തില്ല, നീ എന്തോ പിന്നെ ചെയ്തേ എന്ന് അത്താന്റെ അടുത്ത് ചോദിച്ചൊരു സാധനമാണ്. ആക്ച്വലി ഇതൊരു കോംബോ അല്ല. നമുക്ക് ആരും ഇല്ലാത്ത സമയത്ത് അത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാനിതിപ്പോ എത്ര എക്സ്പ്ലെയിൻ ചെയ്താലും അതൊരു വെള്ള പൂശുന്നതായിട്ടും അല്ലെങ്കിൽ എന്തോ ഈ കൊച്ചി പറയുന്നതെന്നുള്ളതേ ആൾക്കാർ ചിന്തിക്കുള്ളൂ. നമുക്ക് ആരും ഇല്ലാത്ത സമയത്ത് നമ്മുടെ കയ്യിൽ ഒരാൾ പിടിക്കുമ്പോൾ നമുക്കത് വലിയ ആശ്വാസമാണ്, ഭയങ്കര ആശ്വാസമാണ്. പ്രത്യേകിച്ച് അതൊരു വീടേ അല്ല. ഞാൻ എല്ലായിടത്തും ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, അതൊരു വീടേ അല്ല, അതൊരു ഫാന്റസി ലോകമാണ്. നമുക്ക് ശരി ഏത് തെറ്റേത്, നമ്മൾ ചെയ്യുന്ന ശരിയാണോ നമ്മൾ ചെയ്യുന്ന തെറ്റാണോ എന്ന് നമ്മൾ ഭയങ്കരമായിട്ട് ചിന്തിച്ചു പോകുന്ന, അല്ലെങ്കിൽ നമുക്ക് ഒന്നും മനസ്സിലാവാത്ത, നമ്മൾ അത്രയും കൺഫ്യൂസ് ചെയ്യിക്കുന്ന ഒരു ലോകമാണത്. അപ്പൊ ആ ലോകത്ത് നമ്മുടെ എന്തിലും ഇപ്പൊ എന്റെ അത്രയും മോശം വരുമ്പോഴും അല്ലെങ്കിൽ എന്റെ അത്രയും നല്ലത് വരുമ്പോഴും നമ്മുടെ കൈ പിടിക്കാൻ ഒരാള് ജെനുവിൻ ആയിട്ട് ഒരാള് ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഇരുന്ന് കൈ പിടിച്ചിട്ട് ഹൈ സൂപ്പർ എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് വരുന്ന നമ്മളെ പറ്റി പരദൂഷണം പറയുന്നതല്ല, ശരിക്കും നമ്മുടെ കൈ പിടിച്ച് നമ്മൾ കാണും എന്ന് പറയുന്ന ഒരാളെ നമുക്ക് അവിടെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റെയറാണ്. ഇപ്പൊ നമുക്ക് നമ്മുടെ ഈ ലോകത്ത് നമ്മുടെ എന്റെ പൊന്നു മോളെ, നീ എന്തൊക്കെയാടാ നീ പറയുന്നത്? നീ ടൂറിന് പോയതാണ്, എനിക്ക് അറിയാൻ പാടില്ല. നീ തന്നെ പറയുന്നുണ്ട് അവര് കണ്ടന്റ് എടുക്കുന്നതിന് കാശ് വന്നിട്ടുണ്ടെന്ന്. നീ പിന്നെ എന്ത് തേങ്ങയാ ഇവിടെ ഇരുന്ന് വിളിച്ചു പറയുന്നത്? എനിക്ക് അറിയാൻ പാടില്ല. ഫാന്റസി വേൾഡ് ആണെന്ന് അവിടെ. നീ ഫാന്റസി വേൾഡിൽ ടൂറിന് പോയതാണോ? കൂടെ കൈ പിടിച്ചൊരുത്തിന് ഇരിപ്പുണ്ടെങ്കിൽ മാത്രമേ അവൾക്ക് സുഖം കിട്ടത്തുള്ളെന്ന്. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഭയങ്കര ഭാഗ്യമാണെന്ന്. മോളെ നീ എന്തിനാ പോയത്? നീ എന്താ ഇവിടെ ഇരുന്ന് പറയുന്നത്? അപ്പുറം കൊട്ടരെ പോലെ എടുത്താൽ കേട്ടോണ്ടിരിക്കുന്നത്. ചോദിച്ചത് വാപ്പ എന്ത് പറഞ്ഞെന്നാ? വാപ്പ പറഞ്ഞേക്കെ നമ്മള് കേട്ടല്ലോ. അതിനെപ്പറ്റി എന്താ പറയുന്നത് ചോദിച്ചപ്പോഴത്തേക്ക് അവള് വേറെ അങ്ങ് പോയി. അവളുടെ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? എന്റെ നാട്ടുകാരെ, നിങ്ങൾ ആരെങ്കിലും ഇത് ശ്രദ്ധിക്കുന്നുണ്ടോ? അവൾ അവിടെയും ചോദിച്ച ചോദ്യമല്ല, അവളെ വെളുപ്പിക്കാൻ നോക്കുകയാണ്. സുന്ദരിയാം ചാസുമോൾ വെള്ളുപ്പീരെ തുടങ്ങിയോ, മൊത്തത്തിൽ വെള്ളുപ്പീർ, വെള്ള പൂശുന്ന വെള്ളുപ്പീർ. എന്റെ സ്വന്തം ചാസുമോൾ, പൂട്ടി ബ്ലോഗർ ചാസുമോൾ, പുട്ടിയിട്ട് വെളുപ്പീര്, ചാസുമോളുടെ വെള്ളുപ്പീര്. എന്തൊക്കെയാണോ കൊച്ചു പറയുന്നത്? പാണ്ടത്തി വേൾഡ്. കൈ പിടിച്ചിരിക്കാൻ ഒരാൾ ഉണ്ടെങ്കിൽ ആശ്വാസമാകും. മോളെ നീ പോയത് എന്തിനാണ്? മാമൻ അത്രേ ചോദിക്കാനുള്ളൂ, ഈ എളിയ കലാകാരന് അത്രേ ചോദിക്കാനുള്ളൂ. മോൾ എന്തിനാണ് അങ്ങോട്ട് പോയത്? മോൾ അത് മറന്നു പോയിട്ടാണ്ടിരുന്ന് കഥ പറയുന്നത്. ഗെയിം കളിച്ച് വിന്നറായി വരാൻ പോയവൾ കൈ പിടിക്കാൻ ഒരുത്തരുണ്ടപ്പോ ആശ്വാസമാണെന്ന് അതിനകത്ത്. ഇതിനാണോ നീ പോയത്? എടാ അതിന് വീടുണ്ടടാ, നിന്റെ വീട്ടിൽ വന്നിരുന്ന് കൈ പിടിച്ചിരിക്കടാ ആരെങ്കിലും ഒക്കെ. ഇല്ലെങ്കിൽ കല്യാണം കഴിച്ചു കഴിയുമ്പോ അവന്റെ കൈ പിടിച്ചിരിക്കടാ. ആ കല്യാണം കഴിക്കുന്നതിന്റെ അത് അടുത്ത എപ്പിസോഡിലാകട്ടെ. ഇത് ആദ്യത്തെ ഒരു എപ്പിസോഡ് നാടകം മാത്രമേ ഇന്റർവെൽ വരെ അവിടെ നടന്നിട്ടുള്ളൂ. ബാക്കി ഇന്റർവെല് കഴിഞ്ഞിട്ടുള്ള പരിപാടി ഇനി വരും 2 ദിവസം കഴിഞ്ഞ്. അത് സൂപ്പർ ആയിരിക്കുമെന്നാ മാമന് തോന്നുന്നത്. പക്ഷെ ഇതൊക്കെ എന്റെ പൊന്നു കൂട്ടുകാരി, നിന്റെ നീ അടി മോളെ ചാസുമോളെ സൂപ്പറാ, നീ വൈബാടി. ബാക്കി നമ്മുടെ വാപ്പായും ഉമ്മായും നമ്മുടെ കൈ പിടിച്ചിട്ട് മക്കളെ നിൽപ്പം നമ്മുടെ വാപ്പായും ഉമ്മായും നിൽക്കുന്നവർക്ക് വേറെ ആരും നിൽക്കൂല. അതുപോലെ എനിക്ക് അവിടെ കിട്ടിയ ഒരാളാണ് ഗബ്രി. അപ്പൊ അതൊരിക്കലും അതൊരു കോംബോ അല്ല. വാപ്പായും ഉമ്മായും കൈ പിടിച്ചിരിക്കുന്ന വേറെ ആരെയും നമുക്ക് കിട്ടൂല. പക്ഷെ എനിക്ക് അങ്ങനെ കിട്ടിയ ഒരാളാണ് ഗബ്രി.
എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നേ? കപ്രി, നീ എന്റെ വാപ്പയാണ്, നീ എന്റെ ഉമ്മയാണ്, നീ വേണ്ട, മൂഡ് പോയി, സോറി. ഇതൊക്കെ മോളെ എന്താ എന്റെ മോളെ? എനിക്ക് വയ്യ എന്റെ കൊച്ചിനെ കൊണ്ട്. ഈ ഇന്റർവ്യൂ നീ മോളെ, നിന്നെ വെളുപ്പിക്കാൻ പുറത്ത് മാമന്മാർ എന്തൊക്കെ കിടന്ന് കാണിക്കുന്നെന്ന് അറിയോ? ഇതിന്റെ ഇടയ്ക്ക് നീ ഒരു ഇന്റർവ്യൂ കൊടുത്ത് മറ്റേ അതും വന്നിരുന്നവൻ നിന്നെ വെളുപ്പിക്കാൻ നോക്കുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് നീ കൂടുതൽ വെള്ളപൂശം പോകല്ലേ? മൊത്തത്തിൽ പണിയാകും. നിന്റെ കാര്യം ഗോപിയാ എന്റെ മോളെ. എടാ, എനിക്ക് മുള്ള മുട്ടുന്നല്ലോടാ. ആ പോട്ടെ, കൊച്ചിന്റെ കാര്യം പറഞ്ഞു, എനിക്ക് അപ്പൊ മുള്ള മുട്ടുവന്ന്. കഥാപ്രസംഗത്തിന്റെ ഇടയ്ക്ക് മുള്ളാനും പറ്റത്തില്ല. ബാക്കി അല്ല, പിന്നെ അങ്ങനെ നമുക്ക് ഇവിടെ പുറത്തുനിന്ന് കാണുന്ന നോക്കി, ഇപ്പൊ ഞാനായാലും പഴയ സീസൺ ഉൾപ്പെടെ ഞാൻ കണ്ടോളാം, ഇവർ രണ്ടുപേരും കോംബോ, ഈ കോംബോ, ആ കോംബോ, എങ്ങനെയെങ്കിലും നമ്മൾ പറയുള്ളൂ. പക്ഷെ നമുക്ക് അതിനകത്ത് നിൽക്കുമ്പോൾ അതിന്റെ ആ ഒരു അവസ്ഥ മനസ്സിലാവുക. നമുക്കതിപ്പം ഒറ്റപ്പെട്ട അല്ലാതാണെങ്കിലും നമ്മൾ ഒരാളുമായിട്ട് ഒരു സ്നേഹമോ ഒരു ഇഷ്ടമോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പോ ഉണ്ടാവുന്നെങ്കിൽ പോലും അതിന്റെ ഒരു ജെനുവിൻ ആയിട്ടുള്ള സാധനങ്ങളുണ്ട്, ഫേക്ക് ചെയ്യുന്ന സാധനങ്ങളുണ്ട്. അതാണ് കേട്ടോ അത്. പിന്നെ എനിക്ക് പറ്റിപ്പോയ തെറ്റെന്ന് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ, എനിക്ക് പറ്റിപ്പോയത് ഒരിക്കലും ഗബ്രി എന്ന് പറയുന്ന ഒരു തെറ്റല്ല. ഗബ്രി എന്ന് പറയുന്നത്, ഞാൻ ഇപ്പോഴും പറയുന്നു, ഗബ്രി ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ അവൻ എന്റെ കൂടെ നിന്നതോ ഞാൻ അവന്റെ കൂടെ നിന്നതോ എനിക്ക് ഒരു തെറ്റുമല്ല. അതിനിപ്പോ ഈ ലോകം മൊത്തം എനിക്കെതിരെ വന്ന് നിന്ന് എതിർപ്പ് എന്ന് പറഞ്ഞാലും ഞാൻ പറയും ഇത് എനിക്ക് തെറ്റല്ല. എനിക്ക് തെറ്റെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാല്, ഞാൻ അവിടെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. എനിക്ക് നമുക്കത് പറയാനും പറ്റത്തില്ല. ഇപ്പൊ നമ്മളിപ്പോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾക്കടുത്ത് ഞാനിപ്പം ഇരുത്തി വേറൊരു കണ്ടസ്റ്റൻസിന്റെ അടുത്ത് പറയുവാണ്, ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്, എനിക്കിത് എന്താണെന്ന് അറിയില്ല. അവര് യൂസ് ചെയ്യും. അവര് നമ്മളെ ഈ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ വേറൊരു സിറ്റുവേഷനിൽ നമ്മൾ അത് പറഞ്ഞ് അവര് നമ്മളെ യൂസ് ചെയ്യും. നമുക്ക് ആരോടും പറയാൻ പറ്റില്ല. നമുക്ക് ആരോടും മോള് കൂടെ നിന്നവർ യൂസ് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് അവൾ കൺഫ്യൂസ്ഡ് ആണെന്ന് ആരോടും പറഞ്ഞിട്ടില്ല അല്ലേ? അതുകൊണ്ടാണല്ലോ ജനങ്ങൾ പിന്നെ മനസ്സിലാക്കി എടുത്തതായിരിക്കും. കൊച്ചു കൺഫ്യൂസ്ഡ് ആണ്, കൊച്ചിന് ക്ലാരിറ്റി ഇല്ലായ്മയാണ് കൊച്ചിന്റെ ക്ലാരിറ്റി അല്ലേ? കൺഫ്യൂസ്ഡ് ആണെന്ന് ഗെയിം കളിക്കാൻ പോയവളാ. എന്തൊക്കെയാണോ അവള് പറയുന്നത്? അവള് കൺഫ്യൂസ്ഡ് ആയി. മോളെ, നീ ഗെയിം കളിക്കാൻ പോയതാണെന്നുള്ളൊരു കാര്യം എന്റെ കുഞ്ഞിന് ഓർമ്മയുണ്ടോ? അത് മറന്നുപോയോ എന്റെ മോള്? ഗെയിം കളിക്കാനല്ല പോയത്, ഫ്രൂട്ട് സലാഡ് കഴിക്കാനാ പോയെന്ന് വിചാരിച്ചിരിക്കുവാണ് എന്റെ മോൾ. അതിനകത്ത് ഇരുന്നത് മൊത്തം അങ്ങനെ. ഇപ്പോഴും മോൾ അതാണോ വിചാരിച്ചോണ്ടിരിക്കുന്നേ? എനിക്കറിയാൻ പാടില്ല എന്റെ കുഞ്ഞിന് എന്നാ പറ്റിയത്. തലയിൽ അങ്ങോട്ട് വെള്ളയ്ക്ക് അങ്ങോട്ട് വീണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് ബാക്കി കാണാം. വേണ്ടല്ലോ ബാക്കി. മനസ്സ് തുറക്കാൻ പറ്റില്ല. മനസ്സ് തുറന്നാലും ഒരു പക്ഷം പ്രേക്ഷകരും കാണും. പിന്നെ നമ്മളെ ഇത് കുറെ പേര് യൂസ് ചെയ്യുകയും ചെയ്യും, പറഞ്ഞ് തെറ്റിദ്ധരിക്കപ്പെടുമോ എന്നുള്ള പേടിയുണ്ട്. അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ ഞാൻ ഈ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന സ്റ്റേജിൽ ഞാൻ കുറെ സാധനങ്ങൾ തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, എനിക്കപ്പൊ ഇന്നതായിരിക്കാം അല്ലെങ്കിൽ ഇന്നതാണ് എനിക്ക് എന്ന് ഞാൻ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഒരുപാട് തെറ്റുകൾ എനിക്ക് പറ്റിയിട്ടുണ്ട്. അതൊരിക്കലും ഗബ്രിയുടെ കൂടെ ഇരിക്കുന്നതോ അല്ലെങ്കിൽ ഗബ്രിയോട് മിണ്ടുന്നതോ ഗബ്രിയോട് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ അവനുമായിട്ട് ഇനിയിപ്പം അവൻ ഞാനിവിടെ മിണ്ടിയോണ്ടാണ് എനിക്ക് അത് പറ്റിയത് തെറ്റ്, അതൊന്നും എനിക്കൊരു തെറ്റല്ല. എന്റെ ചിന്തകളിൽ എനിക്ക് പറ്റിയ കുറച്ച് സാധനങ്ങളാണ് എനിക്ക് പറ്റിയ തെറ്റ്. അതാണ് ഞാൻ പറഞ്ഞ എന്റെ തെറ്റ്. അതാണ് ഞാൻ പറഞ്ഞ എന്റെ തെറ്റ്. അപ്പൊ എന്റെ കുഞ്ഞ് ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് കുഞ്ഞിന്റെ വിചാരങ്ങളാണ് കുഞ്ഞിന്റെ തെറ്റ്, അല്ലാതെ കുഞ്ഞ് കാണിച്ചതും ഇത്രയും പുറത്ത് വന്നിട്ട് ഇപ്പൊ കുറച്ചായി, പുറത്ത് വന്നിട്ട് ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നു. വാപ്പ നല്ല ആട്ടാട്ടി. വാപ്പ ഇറങ്ങിയപ്പോ ഫസ്റ്റ് ചോദിക്കുന്നുണ്ട്, നീ കോമ്പോ പിടിക്കുമെന്നല്ലോ പറഞ്ഞത്. ഇതല്ല, വീട്ടുകാർ പറഞ്ഞു, നാട്ടുകാർ പറഞ്ഞു, ഓൺലൈനിൽ കിടക്കുന്ന തെറി കേട്ടു. എന്നിട്ടും പക്ഷെ സമ്മതിക്കണം കേട്ടോ, ഇപ്പോഴും അവള് ഗബ്രിമോന്റെ കൈ വിട്ടു പോകുന്നില്ല. ചപ്രിമോനുമായിട്ടിരുന്നത് ഒന്നും ഒരു പ്രശ്നമല്ല, നാട്ടുകാരുടെ പ്രശ്നമാണല്ല. അതേ മോളെ, എല്ലാം നാട്ടുകാരുടെ പ്രശ്നമാണ്. മോള് കാണിച്ചതൊന്നും ഒന്നുമില്ല. മോളാണ് ദ പെർഫെക്റ്റ് വുമൺ ഓഫ് ഇന്ത്യ. ബാക്കി എല്ലാവരും മോശക്കാരാ മോളെ. പക്ഷെ മാമന് തോന്നിയൊരു കാര്യം മാമൻ പറഞ്ഞോട്ടെ, എത്രയും പെട്ടെന്ന് എന്റെ കുഞ്ഞ് ചപ്രിമോനെ കെട്ടുക. അതിനകത്ത് ഈ ജാതകം മറ്റേ മതവും തേങ്ങയും, ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ്. മോള് കെട്ടണം, നിങ്ങൾ പൊളിയായിട്ട് ജീവിക്കണം, നിങ്ങൾക്കുണ്ടാവുന്ന കുഞ്ഞിന് ചപ്രിമോൻ എന്നൊരു പേരും കൊടുക്കണം. അതാണ് കേരളം ആഗ്രഹിക്കുന്ന സ്വപ്നം. അല്ല, കേരളം ആഗ്രഹിക്കുന്ന സ്വപ്നമെന്നോ, കേരളം സ്വപ്നം കണ്ടത്. മാറിപ്പോയി കഥപ്രസംഗത്തിന്റെ ഇടയ്ക്ക്. അപ്പൊ അതൊക്കെയാണ് കേട്ടോ. നമുക്ക് ബാക്കി അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചെയ്താല. മുള്ളാമുട്ടെന്ന് ചപ്രിമോളുടെ കാര്യം പറയുമ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മുള്ളാമുട്ടുമായി, എന്താണെന്നറിയത്തില്ല. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാവേ. അപ്പൊ ഈ കഥാപ്രസംഗത്തിന്റെ ഒരു കുഞ്ഞ് ബ്രേക്ക്. ചപ്രിമോനെ മുള്ളിയിട്ട് വരട മാമൻ. ചപ്രിമോളെ മാമൻ ഒന്ന് മുള്ളിട്ട് വരാം.